കിഴക്കൻ യൂറോപ്പിൽ റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം പല രാജ്യങ്ങളുടെയും സൈനിക നയങ്ങളെയും സഖ്യങ്ങളെയും സാമ്പത്തിക നിലയെയും സ്വാധീനിച്ചു. സമീപകാലത്ത് അമേരിക്കയുടെ ആയുധ നയത്തിൽ വന്ന മാറ്റങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് നൽകി വന്നിരുന്ന ആയുധ സഹായം വെട്ടിക്കുറയ്ക്കുകയും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നയുടൻ ആയുധ കരാറുകൾ റദ്ദാക്കുകയും ചെയ്തതോടെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന സൈനിക നടപടി കേവലം ഒരു യുദ്ധമായി കണക്കാക്കുന്നതിൽ അപാകതയുണ്ട്. റഷ്യ ഈ നീക്കത്തെ ഒരു പ്രത്യേക സൈനിക നടപടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് റഷ്യ മുൻഗണന നൽകുന്നത്. ഗാസയിൽ കാണുന്നത് പോലെയുള്ള കൂട്ടക്കുരുതികൾ യുക്രൈനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുടെ ലക്ഷ്യം യുക്രൈൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുക എന്നതിലുപരി തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ്. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നത് റഷ്യയ്ക്ക് ഒരു വലിയ സുരക്ഷാ ഭീഷണിയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ രാജ്യങ്ങളെ നാറ്റോയിൽ ചേർക്കില്ലെന്ന് അമേരിക്ക റഷ്യയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം ലംഘിച്ച് റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളായ നിരവധി രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ യുക്രൈനും നാറ്റോയിൽ ചേരാൻ ശ്രമിച്ചതോടെയാണ് റഷ്യയ്ക്ക് സൈനിക നടപടിക്ക് നിർബന്ധിതമാകേണ്ടി വന്നത്. ഈ സൈനിക നടപടിയിൽ റഷ്യൻ സൈന്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് യുക്രൈൻ സൈനികരെയും അവരുടെ സൈനിക ആസ്തികളെയും വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ്. റഷ്യയുടെ കൈവശമുള്ള അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ യുക്രൈനെ വീണ്ടും റഷ്യയുടെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ സംയമനം പാലിക്കുന്നത്. ലോകത്ത് സമാധാനം കെടുത്തുന്ന രണ്ട് ഭരണാധികാരികളായി പലരും വിശേഷിപ്പിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമാണ്. ഇരുവരും ജൂത വംശജരാണെന്നും ശ്രദ്ധേയമാണ്. യുക്രൈൻ റഷ്യ സംഘർഷത്തിന് പിന്നിൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് യുക്രൈന് വൻതോതിൽ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ സഹായങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും സമാനമായ സഹായം യുക്രൈന് നൽകി വരുന്നുണ്ട്. ഈ സംഘർഷം നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ഭയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പിന്നോട്ടു പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ബൈഡന്റെ കാലത്ത് ഒപ്പുവെച്ച കരാർ പ്രകാരം യുക്രൈന് ആയുധങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതിനാൽ അവർക്ക് യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമാകുന്നുവെന്ന സൂചനകൾ ലഭിച്ചതോടെ ഈ കരാർ പോലും അമേരിക്ക റദ്ദാക്കിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയുടെ പ്രസ്താവന അമേരിക്കയുടെ ആയുധ ശേഖരത്തിന്റെ പരിമിതികളെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മിസൈലുകൾ, കൃത്യതയുള്ള പീരങ്കികൾ, ഹെൽഫയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധ വിതരണങ്ങളാണ് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക യുക്രൈന് $66 ബില്യൺ ആയുധങ്ങളും സുരക്ഷാ സഹായവും നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ നയം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ആയുധ സഹായം നിലച്ചതോടെ യുക്രൈന്റെ പ്രതിരോധശേഷി ദുർബലമാവുകയും റഷ്യയുടെ മുന്നേറ്റം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഇത് യുക്രൈന്റെ ജനജീവിതത്തെയും സാമ്പത്തിക സ്ഥിതിയെയും കൂടുതൽ ദയനീയമാക്കും. യുക്രൈൻ യുദ്ധം കാരണം അമേരിക്കയുടെ ആയുധ കലവറയിലുണ്ടായ ശൂന്യത ഇസ്രയേലിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇസ്രയേലിന് ആയുധങ്ങൾ പ്രധാനമായും നൽകുന്നത് അമേരിക്കയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെട്ടതിനും ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപിന് പ്രഖ്യാപിക്കേണ്ടി വന്നതിനും പിന്നിൽ അമേരിക്കയുടെ ആയുധ ശേഖരത്തിലെ പരിമിതികളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അമേരിക്കയെ വിശ്വസിച്ച് പോരിനിറങ്ങിയ പല രാജ്യങ്ങളും ഇപ്പോൾ ത്രിശങ്കുവിലായിരിക്കുകയാണ്. അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാമെന്ന വിലയിരുത്തലിലാണ് മറ്റ് രാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകുന്നത് കുറയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. അമേരിക്കയുടെ സഹായം എപ്പോഴും പരിധിയില്ലാതെ ലഭ്യമായിരിക്കില്ല. ഓരോ രാജ്യവും സ്വന്തം പ്രതിരോധശേഷി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അമേരിക്കയുടെ ആയുധ നയത്തിലെ ഈ മാറ്റം ഒരു പുതിയ ലോകക്രമത്തിലെ സൂചനയാണ്. ഏകധ്രുവ ലോകം എന്ന സങ്കല്പം അവസാനിപ്പിക്കുകയും ബഹുകേന്ദ്രീകൃത ലോകം രൂപപ്പെടുകയും ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങളാണിത്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമാണിത്. ഈ മാറ്റം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ കുറയ്ക്കുകയും
ലോകത്തിലെ ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുകയും ചെയ്യും. ഭാവിയിൽ പല രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കുകയും ചെയ്തേക്കാം. ഇത് ആഗോള ആയുധ വിപണിയിൽ മാറ്റങ്ങൾ വരുത്താനും പുതിയ സഖ്യങ്ങൾ രൂപപ്പെടാനും കാരണമാകും. ഉക്രൈൻ യുദ്ധം അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും നയങ്ങളെയും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സുരക്ഷാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും ലോകരാജ്യങ്ങൾ എന്ത് പാഠം ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി.